ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ പ്രതി നൌഷാദിനെ കോഴിക്കോട് എത്തിച്ചു. വിദേശത്ത് നിന്നെത്തിയ പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. നൌഷാദിനെ വിശദമായി ചോദ്യം ചെയ്യും. സാനിയോ മനോമിയുടെ കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോമി, ബംഗളൂരുവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത നൌഷാദിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിലാണ്. ഇതിന്റെ ചുരുളുകൾ പുറത്ത് അഴിഞ്ഞു വരികയുള്ളൂ അല്ലേ സാനിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ്. അതായത് നൌഷാദിനെ അല്പസമയം മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. നൌഷാദ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് കസ്റ്റംസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വയ്ക്കുകയുമായിരുന്നു. അതിനുശേഷം കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം എത്തിയതിന് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ നൌഷാദ് പറയുന്നത് താനല്ല ഈ കൊലപാതകം നടത്തിയതെന്നാണ്. ഈ നവമാധ്യമങ്ങൾ ഫേസ്ബുക്കിലടക്കം നൌഷാദ് പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു, താനല്ല കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ ചുരുളുകൾ അഴിയണമെങ്കിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ നടത്തണമെന്നുള്ളതാണ്. ഈ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് നൌഷാദ് ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്ത മൃതദേഹം കണ്ടപ്പോൾ താൻ കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ആ കാര്യങ്ങളടക്കം കൃത്യമാകണമെങ്കിൽ മുഴുവൻ കൃത്യമായ ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ നൌഷാദിനെ പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിസിറ്റിംഗ് വിസ എടുത്ത് നൌഷാദ് വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വീണ്ടും കേസിന്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങിയപ്പോൾ നൌഷാദ് തന്നെയാണ് മുഖ്യപ്രതി എന്ന് പോലീസ് ഉറപ്പിക്കുകയും അങ്ങനെയാണ് നൌഷാദിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ പോലീസ് പറയുക. ഓക്കെ, താങ്ക് യു. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് നൌഷാദിനെ എന്നുള്ളതാണ്. എത്ര വർഷം, 1986 നടന്നൊരു കൊല അല്ലേ? അത്രയും വർഷം പഴക്കമുള്ളൊരു കൊലയുടെ ചുരുളഴിയുമ്പോൾ അത് ചുരുളഴിയിക്കാൻ ശ്രമിച്ച പോലീസിന് കൃത്യമായിട്ട് അതിന് തുമ്പുകൾ കിട്ടിയാണ് പോയത്. ഒടുവിൽ നൌഷാദിനെ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചിരിക്കുകയാണ്. വിദേശത്തായിരുന്നു, ബംഗളൂരു എയർപോർട്ടിലെത്തി, ഇപ്പോൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്.